എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ അതാ ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഏതാണ് എക്സാം വരുന്നത്? മാത്സ് ആണല്ലേ, ഗണിതമാണ് പരീക്ഷ വരുന്നത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തയ്യാറെടുപ്പായാലോ? എല്ലാ മക്കളും റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇനി സമയം കളയാനൊന്നുമില്ല. ഇത് രാത്രി കൂടി നമുക്ക് മാത്സ് പഠിക്കാനായിട്ടുള്ളൂ അല്ലേ? മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വേഗം പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് കേട്ടോ. അപ്പൊ ആ കൂട്ടുകാരോട് എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ 4ാം ക്ലാസ്സിലെ കൂട്ടുകാര് നാളത്തെ നിങ്ങളുടെ ഗണിത പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആട്ടോ ടീച്ചർ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾക്ക് നാളത്തെ എക്സാമിന് ചുറ്റളവ് അഥവാ പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ ടീച്ചർ ഇവിടെ ചതുരാകൃതിയിലുള്ള ഒരു കൃഷിയിടത്തിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സൈഡ് 2 മീറ്റർ ആണ് നീളമുള്ളത്, ഈ ഒരു സൈഡ് ആണെങ്കിൽ 8 മീറ്റർ ആണ് നീളമുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ചതുരാകൃതിയിലുള്ള ഒരു കൃഷിയിടത്തിന്റെ ചിത്രം ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1 സൈഡ് എത്രയാണ്? ഈ ഒരു സൈഡ് എത്രയാണ്? 2 മീറ്റർ ഉണ്ട്. ഈ ഒരു സൈഡ് എത്രയാണ്? 8 മീറ്റർ ആണുള്ളത് അല്ലെ. എന്നിട്ട് മക്കൾക്ക് പറയാണ് ഈ ഒരു കൃഷിയിടത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്രയാണ്? സിമ്പിൾ അല്ലേടാ? വേഗം വിളിച്ച് പറഞ്ഞേ, എത്രയാണ് മക്കളെ ഈ ഒരു വശത്തിന്റെ ഈ ഒരു തോട്ടത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? വേഗം പറഞ്ഞേടാ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ 8 മീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര മീറ്റർ ആയിരിക്കും? 8 മീറ്റർ ആയിരിക്കും. ഇത് എത്ര മീറ്റർ ആയിരിക്കും മക്കളെ? 2 മീറ്റർ ആയിരിക്കും വരിക അല്ലെ. അപ്പം ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? എത്രയായിരിക്കടാ? 20 മീറ്റർ ആയിരിക്കും അല്ലെ. ഈ ഒരു ചതുരാകൃതിയുള്ള കൃഷിത്തോട്ടത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ മക്കളെ, ഇനി മക്കൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കൃഷിയിടത്തിന്റെ ചുറ്റിലും നമ്മൾ വേലി കെട്ടാണ്, ഒരു ജൈവ വേലി കെട്ടാന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യാണ്, 1 മീറ്റർ വേലി കെട്ടാനായിട്ട് നമ്മുടെ അടുത്ത് പറയാണ്. 1 മീറ്റർ വേലി കെട്ടാനായിട്ട് എത്ര രൂപയാണ്? 150 രൂപയാണ് കേട്ടോ. 1 മീറ്റർ വേലി കെട്ടാൻ എത്ര രൂപയാണെന്നാണ് പറഞ്ഞത്? 150 രൂപയാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൃഷിയിടത്തിന് ചുറ്റും വേലി കെട്ടാനായിട്ട്, ഒറ്റത്തവണ വേലി കെട്ടാനായിട്ട് ആകെ എത്ര രൂപ ചിലവാകും എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ മക്കളെ അത് കണ്ടെത്തേണ്ടത്? എങ്ങനെയാണ്? നമുക്കറിയാലേ, ഈ ഒരു കൃഷിയിടത്തിന് ചുറ്റും എത്രയാണ് ചുറ്റളവുള്ളത്? 20 മീറ്റർ ആണ് നമുക്കറിയാം. അതായത് 20 മീറ്റർ ആണ് നമുക്ക് എന്ത് കെട്ടേണ്ടത്? വേലി കെട്ടേണ്ടത് അല്ലെ. എത്ര മീറ്റർ കെട്ടണം മക്കളെ? 20 മീറ്റർ ആണ് നമുക്ക് കെട്ടേണ്ടത്. അതെല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. 20 മീറ്റർ ആണ് വേലി കെട്ടേണ്ടത്. നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ കെട്ടാൻ എത്ര രൂപയാവും എന്ന് പറഞ്ഞിട്ടുണ്ടടാ? 150 രൂപയാവും. എങ്കിൽ 20 മീറ്റർ വേലി കെട്ടാൻ എത്ര രൂപയാകും? എങ്ങനെ നമ്മൾ കണ്ടെത്തും? എങ്ങനെ കണ്ടെത്തും മക്കളെ? വെരി ഗുഡ്. 150 ഗുണം 20 ചെയ്താ പോരെ? 150 ഇൻറ്റു 20 ചെയ്താ പോരെ മക്കളെ? പോരെടാ. 150നെ 20 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടില്ലേ? എത്രയാടാ? 0 ഇൻറ്റു 0 എത്രയാ? 0. 5 ഇൻറ്റു 0 0. 1 ഇൻറ്റു 0 0 അല്ലേ. 2 ഇൻറ്റു 0 0. 5 ഇൻറ്റു 2 എത്രയാടാ? 10 അല്ലേ. ബാലൻസ് 1 ഇവിടെ ഉണ്ടായിരിക്കും. 2 ഇൻറ്റു 1 എത്രയാ? 2. 2 പ്ലസ് 1 എത്രയാ മക്കളെ? 3 ആണ് അല്ലേ. ആൻസർ എത്ര കിട്ടി? എത്ര കിട്ടിയടാ? 3000 എന്ന് കിട്ടില്ലേ? 3000. അതായത് ഈ ഒരു ചതുരാകൃതിയുള്ള കൃഷിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടാൻ നമുക്ക് എത്ര രൂപ ചെലവാകും മക്കളെ? 3000 രൂപ ചെലവാകും. പറഞ്ഞത് മനസ്സിലായോടാ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തി? ഈ ചതുരാകൃതിയുള്ള കൃഷിയിടത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടെത്തി? അതിന് ചുറ്റും വേലി കെട്ടാൻ എത്ര രൂപയാകും എന്നതും കണ്ടെത്തി. മനസ്സിലായില്ലേടാ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചുറ്റളവ് എങ്ങനെയാ കണ്ടെത്തുക എന്നുള്ളതും അതുപോലെ തന്നെ വേലി കെട്ടുന്ന സമയത്ത് എത്ര രൂപയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? നോക്കിയിട്ട് പോവാട്ടോ. ഇത്തരം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരം പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി ഒന്ന് എടുത്തു നോക്കിയിട്ട് പോവാട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പാറ്റേൺ പൂർത്തിയാക്കാനാണ്. അത് ടീച്ചർ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പാറ്റേൺ പൂർത്തിയാക്കാനുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. അത് മിക്കപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് 4 അക്ക സംഖ്യകളും അതുപോലെ തന്നെ ചിത്ര പാറ്റേണും ആണ് കേട്ടോ. ചിത്രങ്ങൾ മക്കൾ കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലൊക്കെ ചിത്ര പാറ്റേണുകളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാ കേട്ടോ. അപ്പൊ ചിത്ര പാറ്റേണുകൾ മക്കൾക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ 4 അക്ക സംഖ്യകളുടെ പാറ്റേണുകൾ മക്കൾക്ക് തരാറുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി പാറ്റേൺസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന്
ചെക്ക് ചെയ്യാം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി, മക്കൾക്ക് പറ്റുന്നുണ്ടോ എന്ന് അറിയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ പാറ്റേൺസിനൊന്ന് റെഡി ആയിട്ട് പോവുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്കുള്ള ഒരു ചോദ്യം എന്ന് പറയാൻ ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. അതായത് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഫാം ഉണ്ട്, ഫാമില് ഒരു കോഴിക്ക് 60 രൂപയാണ്. ഫാമിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ കോഴികളെ മേടിക്കുകയാണ്. ഒരു കോഴിക്ക് എത്ര രൂപയാണ് മക്കളെ? 60 രൂപയാണ് കേട്ടോ. ഒരു കോഴിക്ക് 60 രൂപയാണ്. അത്തരത്തിൽ 125 കോഴികളാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. എത്രയാണടാ? 125 കോഴികളാണ് നമ്മൾ ഫാമിലേക്ക് മേടിച്ചിട്ടുള്ളത്. ഒരു കോഴിക്ക് 60 രൂപയാണ്. അത്തരത്തിലുള്ള 125 കോഴികളാണ് നമ്മൾ എവിടേക്ക് മേടിച്ചിട്ടുള്ളത്? ഫാമിലേക്ക് മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആകെ കോഴികളെ മേടിക്കാനായിട്ട് എത്ര രൂപ ചെലവായിട്ടുണ്ടായിരിക്കും? കണ്ടെത്താൻ എന്താണ് ചെയ്യുക? നമുക്കറിയാലോ, ഒരു കോഴിക്ക് 60 രൂപയാണ് എങ്കിൽ 125 കോഴിയെ മേടിച്ചപ്പോൾ എത്ര രൂപയായിട്ടുണ്ടാവും മക്കളെ? കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്തൂലേ, 125 ഗുണം 60 ചെയ്താൽ മതി. 125 ഇൻറ്റു 60 ചെയ്താൽ മതി അല്ലേ? 125 ഇൻറ്റു 60. 0 ഇൻറ്റു 5 എത്രയാടാ? 0. 2 ഇൻറ്റു 0 0. 1 ഇൻറ്റു 0 0 അല്ലേ? 6 ഇൻറ്റു 5 എത്രയാ? 30 അല്ലേ? 6 ഗുണിക്കണം 5 എത്രയാടാ? 30. ബാലൻസ് 3 വരും. 6 ഇൻറ്റു 2 എത്രയാടാ? 12 അല്ലേ? 12 പ്ലസ് 3 എത്രയാ? 15 അല്ലേ? 6 ഗുണം 2 12. 12 കൂട്ടണം 3 എത്രയാടാ? 15 അല്ലേ? 6 ഇൻറ്റു 1 6 ഗുണിക്കണം 1 എത്രയാടാ? 6 പ്ലസ് 1 ആകുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7500 എന്ന് കിട്ടില്ലേ? 7500 എന്ന് കിട്ടി. അതായത് നമുക്ക് കോഴികളെ മേടിക്കാൻ 125 കോഴികളെ മേടിക്കാനായിട്ട് എത്ര രൂപ ചെലവായടാ? 7500 രൂപ ചെലവായി. മനസ്സിലായോ? ഓക്കെ മക്കളെ, ഇനി എന്ത് ചെയ്തു നമ്മള്? ഈ കോഴികളൊക്കെ എന്ത് ചെയ്തു? കുഞ്ഞതായപ്പോ നമ്മൾ മേടിച്ചത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? കോഴികളൊക്കെ വലുതായി. അതില് 25 കോഴികള് പൂവൻ കോഴികളായിരുന്നു കേട്ടോ. ഈ 125 കോഴികളില് 25 കോഴികൾ എന്തായിരുന്നു മക്കളെ? പൂവൻ കോഴികളായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവ എന്താണ്? പിടക്കോഴികളുമാണ്. 125 കോഴികളില് 25 കോഴി പൂവൻ കോഴിയാണ്, ബാക്കിയുള്ള കോഴികൾ പിടക്കോഴികളാണ്. എങ്കിൽ പിടക്കോഴികളുടെ എണ്ണം എത്രയാടാ? ആകെ നമുക്കറിയാം 125 ആണ്. 125ൽ 25 എണ്ണം പൂവൻ കോഴിയാണെങ്കിൽ ബാക്കി പിടക്കോഴികളുടെ എണ്ണം എത്രയാടാ? നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ പറയാം. എത്രയാണ്? 100 ആണ് അല്ലേ? ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും നോക്കിക്കേ. ആകെ നമുക്കറിയാം 125 കോഴികളാണ്. അതിൽ നിന്ന് പൂവൻ കോഴികളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ? കുറയ്ക്കണം. 5 - 5 0. 2 - 2 0. കിട്ടിയോ? എത്രയാണ്? 100 കിട്ടിയില്ലേ? 100 എന്ന് കിട്ടി. അതായത് പിടക്കോഴികളുടെ എണ്ണം എത്രയാ മക്കളെ? 100 എന്ന് കിട്ടിയില്ലേ? അപ്പൊ പൂവൻ കോഴി 25, പിടക്കോഴി 100. ഓക്കെ മക്കളെ, ഇനി എന്ത് ചെയ്തു? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പൂവൻ കോഴിക്ക് 250 രൂപ നിരക്കിൽ നമ്മൾ എന്ത് ചെയ്തു? അതിനെ സെയിൽ ചെയ്തു, നമ്മൾ വിറ്റു. ഒരു പൂവൻ കോഴിക്ക് എത്ര രൂപ? 250 രൂപ കേട്ടോ. ഒരു പൂവൻ കോഴിക്ക് എത്ര രൂപ നിരക്കിൽ മക്കളെ? 250 രൂപ നിരക്കിൽ നമ്മൾ എന്ത് ചെയ്തു? വിറ്റു. അങ്ങനെയാണെങ്കിൽ ആകെ എല്ലാ പൂവൻ കോഴിയും കൂടി വിറ്റപ്പോൾ ആകെ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും? ചോദ്യം മനസ്സിലായോ? ഈ കുഞ്ഞു കോഴികളെല്ലാം വളർന്ന് 25 പൂവൻ കോഴികളും 100 പിടക്കോഴികളുമായിട്ട് മാറി. അപ്പം എന്ത് ചെയ്തു? ഒരു പൂവൻ കോഴിക്ക് 250 രൂപ നിരക്കിൽ എന്ത് ചെയ്തു? ആ 25 പൂവൻ കോഴികളെ നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പൂവൻ കോഴികളെ വിറ്റതിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും? എത്ര രൂപയ്ക്കായിരിക്കും നമ്മൾ അതിനെ സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കുക? കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ പൂവൻ കോഴികളുടെ എണ്ണം ഉണ്ട്. എത്രയാടാ? 25 നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു പൂവൻ കോഴിയുടെ വിലയും നമ്മുടെ കയ്യിലില്ലേ? എത്രയാണ്? 250 ആണല്ലേ? അപ്പൊ 250 ഇൻറ്റു 25 ചെയ്താൽ പോരെ? 250 ഗുണം 25 അല്ലേ? 5 ഇൻറ്റു 0 എത്രയാടാ? 0. 5 ഇൻറ്റു 5 25 ആണല്ലേ? 25. ബാലൻസ് 2 ഉണ്ടായിരിക്കും അല്ലേ? 5 ഇൻറ്റു 2 എത്രയാടാ? 10. 10 പ്ലസ് 2 എത്രയാ മക്കളെ? 12 ആണ് അല്ലേ? 2 ഇൻറ്റു 0 എത്രയാടാ? 0. 5 ഇൻറ്റു 2 എത്രയാണ്? 10 അല്ലേ? 10. ബാലൻസ് 1 ഉണ്ടായിരിക്കും. 2 ഇൻറ്റു 2 2 ഗുണിക്കണം 2 എത്രയാണ്? 4. 4 പ്ലസ് 1 എത്രയാടാ? 5 അല്ലേ? എത്രയാ മക്കളെ? 6250 എന്ന് കിട്ടും അല്ലേ? 6250 എന്ന് കിട്ടി. അതായത് പൂവൻ കോഴികളെ വിറ്റതിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടി? 6250 രൂപ കിട്ടി അല്ലേ? 6250 rupees.
6250 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടി? പൂവൻ കോഴികളെ വിറ്റതിൽ നിന്ന് കിട്ടി. മനസ്സിലായോടാ? അപ്പൊ ഇതേ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. ഇപ്പൊ ടീച്ചർ പറയുന്നത് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി വായിക്കുമ്പോൾ എന്താ ഇത് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് മക്കൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അവിടെ വിട്ടു പോകും. അപ്പൊ നോക്കുക, നന്നായിട്ട് ചോദ്യം വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. എല്ലാ മക്കളും ചെയ്യുന്ന ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുക? ഏതെങ്കിലും കൂട്ടുകാർക്ക് ഗുണന പട്ടികയൊക്കെ പ്രയാസമായിട്ടുണ്ടെങ്കിൽ വേഗം ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഇന്ന് രാത്രി ഇരുന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. ഏകദേശം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എങ്കിലും എന്ത് ചെയ്യാം? മക്കളൊന്ന് നോക്കിയിട്ട് പോവാം. മുഴുവനൊന്നും ഇരുന്ന് പഠിക്കാനുള്ള സമയം ഇന്ന് രാത്രിയില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? കുറച്ച് ടേബിളൊക്കെ, അത്യാവശ്യം കുറച്ച് ടേബിളൊക്കെ എന്ത് ചെയ്യാം? മക്കളൊന്ന് നോക്കിയിട്ട് പോവാട്ടോ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കലണ്ടർ കണക്കാണ്. അതായത് കലണ്ടർ നോക്കി ചെയ്യാവുന്ന കുറച്ച് ചോദ്യങ്ങൾ മക്കൾക്ക് ചോദിക്കൂ കേട്ടോ. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കലണ്ടറിന്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ചോദിക്കുക കേട്ടോ. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് പറയും, അത് ഏത് ദിവസമാണെന്ന് ചോദിക്കും. പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയും. ഇപ്പൊ ഡിസംബർ 25 ഞായറാഴ്ചയാണെങ്കിൽ ജനുവരി 1 ഏത് ദിവസമാണെന്ന് ചോദിക്കും. അപ്പൊ മക്കൾ എന്തറിഞ്ഞിരിക്കണം? ഡിസംബർ മാസത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഡിസംബർ എത്രയുണ്ട് മക്കളെ? ഡിസംബർ 31 ഉണ്ട് അല്ലേ? അപ്പൊ ആ ഒരു കാര്യം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജനുവരി 1 ഏത് തീയതിയാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റൂലേ. അപ്പൊ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരും കേട്ടോ. പിന്നെ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കലണ്ടറിൽ ഏതെങ്കിലും ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോളം തരും. കലണ്ടറിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇത്തരത്തിൽ ചെറിയൊരു കോളം തരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലെ ചില സംഖ്യകൾ മാത്രം എന്ത് ചെയ്യും? അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ അതില് വിട്ടുപോയിട്ടുള്ള കോളങ്ങൾ ഏതൊക്കെയാന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയും. മക്കൾക്ക് ഇവിടെ തരികയാണ് 11, 12, 13 എന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള കോളങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് പറയണം. അപ്പൊ പെട്ടെന്ന് തന്നെ ചാടി കയറി അവിടെ 13 കഴിഞ്ഞതുകൊണ്ട് 14, 15, 16 എന്ന രീതിയിൽ എഴുതി പോകാനായിട്ട് പാടുണ്ടോടാ? പാടുണ്ടോ? ഉണ്ടോ? കാര്യം ഇവിടുത്തെ ഇങ്ങോട്ട് എത്ര കോളാന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാനായിട്ട് പാടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാലേ ഈ രണ്ട് കോളങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? നമുക്കറിയാടാ. എത്രയായിരിക്കും? 7 ആണെന്ന് അറിയാം അല്ലെ? ഈ രണ്ട് കോളങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 7 ആണ്. അതായത് ഈ നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു സംഖ്യയോട് 7 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് ഈ ഒരു കോളത്തിൽ വരിക. ഇവിടെ കിട്ടിയിട്ടുള്ള സംഖ്യയോട് വീണ്ടും നമ്മൾ 7 ആഡ് ചെയ്യുന്ന സംഖ്യയാണ് നമുക്ക് എവിടെ കിട്ടുക? ഇവിടെ കിട്ടുക. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും മക്കളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലാതെ 13 കഴിഞ്ഞ് വേഗം 14, 15, 16 എന്ന് എഴുതിയിട്ട് മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ കളങ്ങൾ ഫില്ല് ചെയ്തിട്ട് ടീച്ചർക്ക് വേഗം ഉത്തരക്കടലാസ് കൊണ്ട് കൊടുക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇവിടെ 11 ആണെങ്കിൽ അതിലേക്ക് 7 ചേർത്തിട്ട് ഇവിടെ എത്രയായിരിക്കും മക്കളുടെ ഡേറ്റ് വരിക? 18 വരും അല്ലെ? എത്ര മക്കളെ വരും? 18 ഡേറ്റ് വരും. അടുത്ത ഡേറ്റ് എത്രയായിരിക്കും മക്കളെ? വീണ്ടും നമ്മൾ അതിലേക്ക് എത്ര കൂടി കൂട്ടണം? 7 കൂടി കൂട്ടണം അല്ലെ? അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുകടാ? 25 എന്ന് കിട്ടൂ അല്ലെ? ഓക്കെ. ഇനി നമ്മൾ ഇവിടേക്ക് 7 കൂട്ടാനായിട്ടുണ്ടോ? ഇനി 7 കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്രയായിട്ട് മാറും? 32 ആയിട്ട് മാറും അല്ലെ? 32 ദിവസം ഒന്നും ഒരു മാസത്തിലും ഇല്ല അല്ലെ? ഓക്കെ. അടുത്ത നോക്കിക്കേടാ, 12 ആണുള്ളത്. 12 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും മക്കളെ? എത്രയായിരിക്കും? 12ലോട്ട് 7 ചേർത്ത് 19 അല്ലെ? ഇനി ഒരു പക്ഷെ അത് അവിടെ അങ്ങനെ ചേർക്കണമെന്നില്ല. കാര്യം എന്താണ്? നമുക്ക് ഇവിടെയുള്ള സംഖ്യ കിട്ടി, 18 കിട്ടി. അപ്പൊ 18 ഇവിടെ നമുക്ക് ഏതാ നമുക്ക് അറിയാം. ഏതായിരിക്കും? 19 ആയിരിക്കും. ഇവിടെ 19 ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും മക്കളെ? 20 ആയിരിക്കും അല്ലെ? ഇനി അങ്ങനെ അല്ലെങ്കിലും 13ലേക്ക് 7 കൂട്ടുകയാണെങ്കിൽ 20 നമുക്കറിയാം. അപ്പൊ ഇവിടെ 25 ആകുമ്പോ ഇവിടെ 26, ഇവിടെ എത്രയായിരിക്കും? 27. അപ്പൊ ആ ഒരു ലോജിക്ക് എപ്പോഴും മക്കളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അല്ലാതെ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ കോളങ്ങൾ കാണുമ്പോൾ 13 കഴിഞ്ഞാൽ 14, 15, 16 എന്ന് എഴുതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തന്നിട്ടുള്ള കളം പൂർത്തീകരിക്കാനായിട്ട് പാടില്ല. അപ്പൊ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. മക്കൾ എന്ത് ചെയ്യാ? ആ ഭാഗം കൂടി നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്സിൽ കുറെ ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ നമ്മൾ കുറെ മുൻവർഷ ചോദ്യ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. എന്നിട്ട് നല്ല മിടുക്കന്മാരായിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ആണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.